ഹലോ. അപ്പം അങ്ങനെ തിരുവോണമായി. തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിലുള്ള പൂക്കളും ബാക്കിയുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് പൂക്കളം തട്ടിക്കൂട്ടാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. എല്ലാ വർഷവും അത്തം തൊട്ട് തിരുവോണം വരെ പൂക്കളം ഇടാറുണ്ട്. പക്ഷേ ഈ വർഷം ചില കാരണങ്ങളാൽ അത് നടന്നിട്ടില്ല. അങ്ങനെ പൂക്കളമായിട്ട് കുളിച്ചൊരുങ്ങി ഞാൻ ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഒരുങ്ങിയിരുന്നു. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേരെത്തിയാൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ ആകെ ബഹളമായിരുന്നു. അവിടെ പിടിച്ചു കയറലും ഇവിടെ പിടിച്ചു കയറലും. അത് കഴിഞ്ഞപ്പോഴേക്കും സദ്യ. അത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ ചെറുതായി ഒന്ന് സൈഡായി. പക്ഷേ ഇത്തവണ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ വെച്ചത്. കഴിഞ്ഞ വർഷത്തെ പോലെ തിരുവാതിരയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികളുടെ ചെറിയ ചെറിയ അവർ സ്കൂളിൽ കളിച്ചതും പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസും, അതായത് ഒരു ലെറ്റർ കൊടുത്തിട്ട് അതുകൊണ്ട് മാത്രം ഉത്തരം പറയുക. പിന്നെ അതുപോലെ തന്നെ പാസിങ് ദ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. പാസിങ് ദ ബലൂണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒരാൾ പോലും മിസ്സാവാണ്ട് എല്ലാവരും കളിച്ചു. അച്ഛമ്മ മാത്രം ഞങ്ങൾ കളിക്കുന്ന ഗെയിംസ് എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ മെല്ലെ അടുത്ത ഗെയിംസിലേക്ക് കടന്നു. പിള്ളേർക്ക് മാത്രമുള്ള ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. തിരുവോണം അങ്ങനെ കടന്നുപോയി. പിന്നെ തിരുവോണം മാത്രമല്ല, ഇനി അവിട്ടത്തിൻ്റെ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ ആ വിശേഷമായിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.